ബുക്കല്ല, ഒരൊറ്റ ബുക്ക് പോലും ഈ കൈകൊണ്ട് തൊടത്തില്ല. ലഡു, ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപ് ആ മാജിക് ബുക്ക് എനിക്ക് തന്നേക്കും. ചേട്ടാ, ബോണ്ടയിൽ നിന്ന് ഉരുളക്കിഴങ്ങ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അതുപോലെ ഈ മാജിക് ബുക്കിൽ നിന്ന് എന്നെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ലഡു കുറച്ച് വിചിത്രമായിട്ടാണല്ലോ പെരുമാറുന്നത്. എന്നോട് ഇന്ന് വരെ ഒരൊറ്റ കാര്യം പോലും പറ്റില്ലെന്ന് പറയാത്ത ആളാ. ഈ പുസ്തകം ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നേ ഇല്ല. അപ്പൊ ഈ പുസ്തകത്തിന് എന്തോ ഒരു ദൈവിക ശക്തിയുണ്ട്. ഇനിയിപ്പൊ എന്റെ ബാഹുബലി ഫ്രണ്ട്സിന് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ. പ്രണാമം ബാഹുബലി ഫ്രണ്ട്സ്. എന്റെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതിന്റെ ഉത്തരം മിക്കവാറും നിങ്ങൾക്ക് മാത്രമേ തരാൻ കഴിയൂ. ഞങ്ങൾക്കത് അറിയാം. നിനക്ക് വ്യോമാസുരന്റെ മായാവി പുസ്തകത്തിലാണ് ആശയക്കുഴപ്പം. ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ ബ്രഹ്മദേവനെ കാണാൻ പോയിരുന്നു. ആര്? വ്യോമാസുരനോ? അപ്പൊ ഈ പുസ്തകത്തിന്റെ കഥയുണ്ടോ? അത് ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതിന്റെ കഥ സത്യത്തിൽ നീയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്ത്? ഞാനുമായിട്ടോ? പക്ഷെ എങ്ങനെ? ഇനിയിപ്പോ കഥ മുഴുവൻ ആദ്യമേ തൊട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന തോന്നുന്നത്. വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യ. വ്യോമാസുരൻ എന്ന പേരുള്ള ഒരു അസുരൻ ബ്രഹ്മദേവനെ കഠിനമായി തപസ്സി. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. പ്രസന്നനായ ബ്രഹ്മദേവൻ അവൻ എന്തുവരെ വര വേണമെന്ന് ചോദിച്ചു. ഭരതന്റെ രൂപത്തിൽ അവൻ ആവശ്യപ്പെട്ടത് ഒരു പുസ്തകമാണ്. അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു പുസ്തകം. അതിനോടൊപ്പം ഒരു ദേവനും അത് ഉപയോഗിക്കാൻ സാധിക്കരുതെന്ന് അവൻ ആവശ്യപ്പെട്ടു. അതുപോലെ പുസ്തകത്തിന്റെ ഉടമ ആഗ്രഹിക്കാത്തിടത്തോളം അത് മറ്റാരുടെയും കയ്യിൽ പെടരുതെന്ന് അവൻ ആവശ്യപ്പെട്ടു. രഥസ്ഥ എന്നെ ആശീർവദിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ അവൻ ആ പുസ്തകം നൽകി. പുസ്തകം ലഭിച്ചതും അവൻ ദേവന്മാരെക്കാൾ കൂടുതൽ ശക്തനാകാനുള്ള ബലം ചോദിച്ചു. അങ്ങനെ ദേവന്മാരെ ഒക്കെ പരാജയപ്പെടുത്തി അവൻ ദേവലോകത്തിന്റെ അധിപനായി. വ്യോമാസുര, നിന്റെ ചിരി നിർത്താം. ഇനി കരയുവാനുള്ള സമയമായി. ദേവലോകത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ നീ പോകണം. ഞാൻ വ്യോമാസുരനാണ്. ആരെ കയ്യിൽ കിട്ടിയാലും ഞാൻ ഭസ്മമാക്കി കളയും. നിന്റെ അഹങ്കാരം തന്നെയാണ് നിന്റെ മരണത്തിന് കാരണമാവുന്നതും വ്യോമാസുര. ഞങ്ങളുടെ ദിവ്യാസ്ത്രങ്ങളെ എതിർക്കാൻ നീ തയ്യാറായിരിക്കും. അയ്യോ, ഞാൻ ഇത് കണ്ട് പേടിച്ചു പോയി. അംഗങ്ങളേക്ക് എതിർത്ത് തോൽപ്പിക്കാൻ ഈ മായാ പുസ്തകത്തിന്റെ ഒരൊറ്റ പുറം തന്നെ ധാരാളം. ഇവൻ പറഞ്ഞാൽ അനുസരിക്കില്ല ഹനുമാൻ. ഇവൻ അങ്ങയുടെ ഗതയുടെ രുചി ഒന്ന് പറഞ്ഞു കൊടുക്കും. ഏത് ഗത? ഈ മായാ പുസ്തകമേ, ശക്തി പ്രയോജനം ചെയ്യാത്തിടത്ത് യുക്തി കൊണ്ട് മാത്രമേ വിജയം നേടാനാവൂ. സമ്മതിച്ചിരിക്കുന്നു വ്യോമാസുര. നിന്റെ പുസ്തകത്തിന്റെ ശക്തി അത്ഭുതകരം തന്നെ. പക്ഷേ ഒരു കാര്യം പറയാമോ? നിന്റെ ഈ പുസ്തകത്തിന്റെ പ്രയോഗം ആരെങ്കിലും നിനക്കെതിരായി തന്നെ ചെയ്താലോ അപ്പൊ നിന്നെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ പറ്റില്ലേ? എന്താ അത് ശരിയല്ലേ? നീയൊന്നും ആഗ്രഹിച്ചാൽ പോലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ബ്രഹ്മദേവന്റെ വരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദേവനും ഈ പുസ്തകം പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. നീ പറയുന്നത് കള്ളമാണ്. വിശ്വാസമില്ലട്ടോ? എങ്കിൽ വിശ്വസിച്ചോ. ഞാൻ ഈ പുസ്തകം കൃഷ്ണന് കൊടുക്കാം. കൃഷ്ണൻ ഈ പുസ്തകം ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ ഇതുടനെ എന്റെ കയ്യിലേക്ക് തിരികെ വരും. കാണട്ടെ, ആ പുസ്തകം തുറക്ക്. എന്തെങ്കിലും ചോദിക്കുക. പക്ഷെ നോക്കിക്കോ, ഒന്നും കിട്ടാൻ പോകുന്നില്ല. അല്ല വ്യോമാസുര, ചിലപ്പോ നീ പറയുന്നത് ശരിയായിരിക്കും. പക്ഷെ ഞാൻ ഈ പുസ്തകത്തോടൊന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും ഇതെന്റെ കയ്യിലുള്ളിടത്തോളം ഇതിന്റെ ഉടമ ഞാനല്ലേ? എന്തായി ചെയ്തത്? എന്റെ മായാ പുസ്തകം എങ്ങോട്ട് പോകുന്നു വ്യോമാസുര? നീ നിന്റെ ഇഷ്ടത്തോടു കൂടിയാണ് ആ പുസ്തകം എനിക്ക് തന്നത്. ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ആ പുസ്തകം ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. മായാ പുസ്തകം ദേവന്മാർക്കല്ലേ ഉപയോഗിക്കാൻ പറ്റാത്തുള്ളൂ. പക്ഷെ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ.
ശരിയല്ലാത്ത രീതിയിൽ പ്രയോഗിക്കാനാവില്ല. ഇനി ആ മനുഷ്യൻ ഒരിക്കലും ഇത് തെറ്റായ കരങ്ങളിൽ എത്താനും അനുവദിക്കില്ല. അങ്ങനെ നിങ്ങൾ പറയുന്ന ആ മനുഷ്യൻ ആരാണ്? ഭൂമിയിലെ ഏറ്റവും യോഗ്യനായവൻ, ഏറ്റവും ഉത്തരവാദിത്തമുള്ളവൻ. ലിറ്റിൽ സിംഗം. ഈ ബുക്ക് ഇത് എന്റെയാണോ? അപ്പൊ ഇത് ലണ്ടനിൽ തന്നെയായിരിക്കും. ഈ പുസ്തകം ഒന്ന് കാണിക്കേ. അയ്യോ, എന്നോട് ക്ഷമിക്കണം. ഈ പ്രൊജക്ട് ബുക്കിന്റെ കൺഫ്യൂഷനില് ഞാൻ ആ ബുക്ക് ലണ്ടനിൽ കൊടുത്തു. അത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ആശങ്കപ്പെടുത്തുന്നത് ലട്ടുവാണ്. കാരണം ആ പുസ്തകം അവനെ സാവധാനത്തിൽ ഇല്ലാതാക്കും. എന്റെ ആ പുസ്തകം ഞാൻ ലണ്ടനിൽ നിന്ന് തിരിച്ചു വാങ്ങും. പക്ഷെ ലിറ്റിൽ സിംഗം, ആ മായാ പുസ്തകം നിനക്ക് പിടിച്ചു വാങ്ങാനാവില്ല. ലട്ടു ആ പുസ്തകം സ്വന്തം ഇഷ്ടത്തോടെ അല്ല തരുന്നതെങ്കിൽ അവനെ ആ പുസ്തകത്തിൽ നിന്ന് വേർപെടുത്താൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യുവാണെങ്കിലും അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തേ പറ്റൂ. വ്യോമാസംഘം വെറുതെ ഇരിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? എനിക്കൊരു സൂത്രം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ വർഷം നമ്മൾ കുട്ടികളെ ഒരു സമ്മർ ക്യാമ്പിന് കൊണ്ടുപോകുന്നതാണ്. ക്യാമ്പിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാകാൻ പോകുന്നത് ആരാണ്? നിങ്ങളുടെ എല്ലാം ഫേവറേറ്റ് ലിറ്റിൽ സിംഗം തന്നെ. സമ്മർ ക്യാമ്പിൽ ലിറ്റിൽ സിംഗം ചേട്ടന്റെ എൻട്രിയും എന്ന് വെച്ചാൽ ജിലേബിയുടെ കൂടെ ലഡ്ഡു കിട്ടിയ പോലെ തന്നെ. കൊള്ളാം. ഉഗ്രൻ. ഇത് മാത്രമല്ല, ക്യാമ്പിന്റെ അവസാന ദിവസം ഒരു സ്പെഷ്യൽ ഡ്രാമ ഉണ്ടായിരിക്കും. അതിനുവേണ്ടി ലിറ്റിൽ സിംഗം 4 ഡിവൈൻ ടീച്ചേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. അവർ നമുക്ക് ജീവിതത്തിലെ ഇമ്പോർട്ടന്റ് ലെസൺസ് പഠിപ്പിക്കും. അവർ ഒരു മീനിങ് ഫുൾ ജീവിതം നയിക്കുന്നതിനുള്ള വഴികളും കാണിച്ചു തരും. ആ ഡിവൈൻ ടീച്ചേഴ്സ് മറ്റാരുമല്ല, നമ്മുടെ ബാഹുബലി കൊള്ളാം. ഇവര് തരുന്ന എഡ്യൂക്കേഷൻ നമ്മുടെ സ്റ്റുഡൻസിന് നല്ല ഇൻസ്പിറേഷൻസ് ആയിരിക്കും കിട്ടുക. ക്യാമ്പിൽ പുതിയ ടീച്ചേഴ്സിനൊപ്പം പുതിയൊരു സ്റ്റുഡന്റും ഉണ്ടായിരിക്കുന്നതാണ്. സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ